നമസ്കാരം. നമ്മൾ VFAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 1ഉം 2ഉം പാർട്ട് കഴിഞ്ഞു, തേർഡ് പാർട്ടിലാണ്. 26ാമത്തെ ചോദ്യം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ 27ാമത്തെ ചോദ്യം തൊട്ടാണ്. 27ാമത്തെ ചോദ്യം ഇതായിരുന്നു: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. 1993 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. തെറ്റാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1998 ഡിസംബർ 11-നാണ്. 93 ഒക്ടോബർ 12 നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് നിലവിൽ വരുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11-നാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ചോദ്യം തെറ്റാണ്. കറക്റ്റ് ഉത്തരം 1998 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഉള്ളത്. ശരിയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ശരിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ നിയമ ഭേദഗതി പ്രകാരം ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ഏതെങ്കിലും ഒരു ജഡ്ജി ആയിരുന്ന വ്യക്തിക്കോ എന്താകാം? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാം. അപ്പൊ 2, 3 സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ എന്തായിട്ട് വരിക? ശരിയായിട്ട് വരിക. ഓക്കെ. അപ്പൊ 1993-ലാണ് എന്ത് പാസ്സാക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ നിയമം 93-ൽ പാസ്സാക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 93-ലാണ്. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉണ്ടാവുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 ആണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ വരെയാകാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്കോ ഏതിന്റെ അധ്യക്ഷനാകാം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഉത്തരം 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായി കൊടുത്തിട്ടുള്ളത്. 28. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമമാണ് 28ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അഴിമതി നിയന്ത്രിക്കുന്നതിന് ശരിയാണ്. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇത്, അഴിമതി നിയന്ത്രിക്കുക. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, അതും ശരിയാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് നടപ്പിലാക്കിയത്? വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നത്, അതും ശരിയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും ഏതിനെ സംബന്ധിച്ച് ശരിയാണ്? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയാണ്. ഓക്കെ. വിശദമായ ക്ലാസ് ലേണിംഗ് ആപ്പിലുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് കണ്ടുകൊള്ളുക. ഓക്കെ. 29 ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-ആണ്. അത് നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും പറയാറില്ല. ലോക തണ്ണീർത്തട PSC സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണ് ലോക തണ്ണീർത്തട ദിനം. അതെന്നാണ്? ഫെബ്രുവരി 2-നെയാണ് എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. 30 നമ്മളിപ്പം ഈ ചോദ്യപ്രകാരം അതിനകത്ത് ഉത്തരമില്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഇത് കഴിഞ്ഞ 2025 നടന്നതായതുകൊണ്ട് ആ സമയത്തെ ചോദ്യമാണ്. ഇന്ന് നിലവിൽ അത് ബിന്ദു കൃഷ്ണയാണ്. കേരള സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ഇപ്പോൾ ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. അതുപോലെ കന്നുകാലി ക്ഷീരവകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ്? ബിന്ദു കൃഷ്ണയാണ്. ക്ഷീരവകുപ്പും വനിതാ ശിശുക്ഷേമം പറഞ്ഞില്ലേ, മറ്റേ ശംഖുവിന്റെ വിവാദമൊക്കെ ഉണ്ടായില്ലേ, ബിരിയാണി ശംഖു എന്നൊക്കെ പറഞ്ഞ വിവാദമൊക്കെ ഉണ്ടാക്കിയില്ലേ, അത് ഓർത്താൽ മതി. അപ്പം വനിതാ ശിശുക്ഷേമ വകുപ്പ് ബിന്ദു കൃഷ്ണയാണെന്ന് ഓർത്തോളും. അതുപോലെ തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. 31 കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിലാകെ എത്ര രാജ്യസഭാ സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് 31ാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം 9 ആണ്. കേരളത്തിൽ നിലവിൽ 9 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. ഇന്ത്യയിലാകെ എത്ര രാജ്യസഭാ അംഗങ്ങളുണ്ട്? നമുക്ക് ഭരണഘടനാ പ്രകാരം 250 അംഗങ്ങളുള്ള രാജ്യസഭ രൂപീകരിക്കാം. ഭരണഘടനാ പ്രകാരം നമുക്ക് 250 അംഗങ്ങൾ വരെയുള്ള രാജ്യസഭ രൂപീകരിക്കാമെങ്കിലും നിലവിലെ നമ്മുടെ ഇന്ത്യയുടെ രാജ്യസഭയുടെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 245 അംഗ രാജ്യസഭയാണ് ഇന്ത്യയിലുള്ളത്. നമുക്ക് ഭരണഘടന നൽകുന്നത് 250 അംഗങ്ങൾ വരെയുള്ള രാജ്യസഭ നമുക്ക് രൂപീകരിക്കാമെങ്കിലും നിലവിൽ നമ്മൾ ഇന്ത്യയുടെ രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 245 അംഗമാണ്. അതിൽ 233 പേര് സംസ്ഥാനങ്ങൾ വഴി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സീറ്റുകൾ വഴിയും 12 പേരെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? നോമിനേറ്റും ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്?
12, മൊത്തം 245-ല് 233 പേരെ സംസ്ഥാനങ്ങൾ വഴി തിരഞ്ഞെടുക്കുകയും 12 അംഗങ്ങളെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കേരളത്തിലെ നിലവിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. പരമാവധി നമുക്ക് ഭരണഘടനാപരമായി പരമാവധി നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്ന രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം 250 ആണ്. പക്ഷേ നിലവിൽ എത്രയേ ഉള്ളൂ? 245 അംഗങ്ങളുള്ള രാജ്യസഭയാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 230 അംഗങ്ങളെയും സംസ്ഥാനങ്ങളിൽ നിന്നും, ഇപ്പം കേരളത്തിൽ 9 ആണെങ്കിൽ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കായി വീതം വെച്ച് കൊടുത്ത് 233 പേരും 12 പേരെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. 32 കറണ്ട് അഫയേഴ്സ് ആണ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തന്നെ പോകാവുന്ന കാര്യമാണ്. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് ഇവിടുത്തെ ഗവർണർ, കേരളത്തിന്റെ നിലവിലെ ഗവർണറായിട്ട് വരിക. ഓക്കെ, ഇപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേരള ഭരണവും ഭരണ സംവിധാനവും. ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവൻ എന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? ഗവർണറെ വിശേഷിപ്പിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവനാണ് ആര്? ഗവർണർ. സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ ഉണ്ടാകണം എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ്? 153 ആണ്. സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ്? 153 ആണ്. 1956-ലെ 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് വ്യവസ്ഥ കൂട്ടിച്ചേർത്തിട്ടുണ്ട്? ഒരേ സമയം ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറാകാം, അല്ലെങ്കിൽ ഒരേ സമയം ഒരു വ്യക്തിയെ തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ട് എന്ത് ചെയ്യാം? നിയമിക്കാം എന്നുള്ളത് 1956-ലെ 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ്. നിലവിൽ കേരളത്തിന്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ഓക്കെ, 33 കറണ്ട് അഫയേഴ്സ് ആണ്. 2024-ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2024-ലെ എഴുത്തച്ഛൻ പുരസ്കാരം 2024 വരുമ്പം NS മാധവനാണ്. ചോദ്യത്തിന്റെ പ്രകാരമുള്ള ഉത്തരം എന്താണ്? NS മാധവൻ. 2024-ലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? NS മാധവനാണെങ്കിൽ 2025-ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ളയാണ്. ഇനി അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് 2025 ആയിരിക്കും ചോദിക്കുക. 2025-ലെ KG ശങ്കരപ്പിള്ളയാണ്. ഓക്കെ, 2024-ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവന്. 2025-ലെ എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. 2025-ലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? KG ശങ്കരപ്പിള്ളയാണ്. ഓക്കെ, ഇനി 34 ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. 34-ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെന്ന് കണ്ടെത്തുക. ഏവ? 1 ഇനാമലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്നാണ് കൊടുത്തേക്കുന്നത്. തെറ്റാണ്. ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തെ ശരിയായിട്ട് വരിക. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് പറയുന്നത് ഡെന്റൈൻ ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെന്റൈൻ ആണ്. അപ്പൊ ഡെന്റൈന് നേരെ അവർ കൊടുത്തേക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. ശരിയാണ്, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ് ഇത് പൾപ്പ് ക്യാവിറ്റി. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജന കലയാണ് ഇത് സിമന്റം. അപ്പൊ അവിടെ 3, 4 സ്റ്റേറ്റ്മെന്റുകളാണിത് ശരിയായിട്ട് വരിക. 3, 4 ശരി, 1, 2 തെറ്റാണ്. 1, 2 തിരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഇനാമൽ എന്നുള്ളത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണിത് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണിത് ഇനാമൽ. ഡെന്റൈൻ ആണ് ഇത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെന്റൈനും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമലുമാണ്. അത് രണ്ടും അവർ ചോദ്യം തിരിച്ചാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ 1, 2 സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണിത് പൾപ്പ് ക്യാവിറ്റി. പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജന കലയാണിത് സിമന്റം. അപ്പോൾ അവിടെ 3, 4 സ്റ്റേറ്റ്മെന്റ് ശരി, 1, 2 തെറ്റാണ്. ഇനാമൽ എന്നുള്ളത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഡെന്റൈൻ എന്നുള്ളത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഓക്കെ, ഇനി 35-ാമത്തെ ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്ന് അറിയപ്പെടുന്ന ജീവകം ഏത്? അത് ജീവകം EA ആണ്. നമ്മൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ജീവകം E ആണ് നമ്മൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്ന് അറിയപ്പെടുന്നത് ജീവകം E ആണ്. അവിടെ ഓർക്കുക, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ഏത്? ജീവകം D. ജീവകം D ആണ് നമ്മൾ എന്ന് വിശേഷിപ്പിക്കുന്നത് സൺഷൈൻ വിറ്റാമിൻ. ബ്യൂട്ടി വിറ്റാമിൻ എന്നും നമ്മൾ ആരെ വിളിക്കാറുണ്ട്? ജീവകം E യെ വിളിക്കാറുണ്ട്. ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നും
ബ്യൂട്ടി വിറ്റാമിൻ എന്നും ഒക്കെ വിളിക്കപ്പെടുന്ന ആരെയാണ്? ജീവകം ഇ ആണ്. ആന്റി ഹെമറേജിൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. ആന്റി ഹെമറേജിങ് വിറ്റാമിൻ എന്ന് വിളിക്കപ്പെടുന്നത് ജീവകം കെയുമാണ്. ഓക്കെ, അപ്പൊ ആന്റി സ്റ്റെറിലിറ്റി ജീവകവും ബ്യൂട്ടി വിറ്റാമിനും ആരാണ്? ജീവകം ഇ ആണ്. ആന്റി സ്റ്റെറിലിറ്റി ജീവകവും ബ്യൂട്ടി വിറ്റാമിനും എന്നറിയപ്പെടുന്നവരാണ് ജീവകം ഇ. അതുപോലെ തന്നെ ആന്റി ഹെമറേജിങ് വൈറ്റമിൻ അഥവാ ജീവകം എന്നറിയപ്പെടുന്ന ജീവകം കെ ആണ്. സൺഷൈൻ വിറ്റാമിൻ ഏതാണ്? ജീവകം ഡി ആണ്. ഇനി അടുത്തത് 36ാമത്തെ ചോദ്യമാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ ചോദ്യമാണ്. ഞാൻ ഇതൊന്നും വിശദീകരിച്ച് നിൽക്കാൻ പോകാതെ കാരണം നമുക്ക് കൂടുതൽ സമയം എടുക്കും. നമുക്ക് ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ ഇപ്പോൾ ജീവക വിറ്റാമിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ഫുൾ ക്ലാസ്സുകൾ നമ്മുടെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് കാണാം, അത് കണ്ട് പഠിച്ചു വെക്കാം. അതുകൊണ്ടാണ് ഞാൻ അതുമായി പല്ലുമായി ബന്ധപ്പെട്ടതും ഡീറ്റെയിൽഡുള്ള ക്ലാസ് എല്ലാം നമ്മുടെ ആപ്പിലുണ്ട്. അത് നിങ്ങൾ കണ്ടുകൊള്ളുക. ഞാൻ വീണ്ടും നമ്മൾ ഓരോ ടോപ്പിക്ക് വൈസ് പഠിപ്പിക്കാതിരുന്നു നമ്മൾ കാര്യം നടക്കില്ല. പക്ഷെ നമുക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽഡ് എല്ലാം നമ്മുടെ എഡ്യൂസോൺ ലേണിംഗ് ആപ്പിലുണ്ട്. ഓക്കെ, 36 സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാമത് കോളറ. അതിന് നേരെ കൊടുത്ത വൈറസ് എന്ന തെറ്റാണ്. കോളറ എന്നുള്ളത് എന്താണ്? വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ വഴിയാണ് ഏത് രോഗമുണ്ടാകുന്നത്? കോളറ എന്ന രോഗം പിടിപെടുന്നത്. ഓക്കെ, ഇപ്പൊ കോളറ എന്നുള്ളത് എന്ത് രോഗമല്ല? ഒരു വൈറസ് രോഗമല്ല, ഒരു ബാക്ടീരിയ പ്രകാരം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ആ ബാക്ടീരിയ പേരാണ് വിബ്രിയോ കോളറ. എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ് ഏതിന് കാരണമാകുന്നത്? എലിപ്പനിക്ക് കാരണമാകുന്നത് ശരിയാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ഇത് ലെപ്റ്റോസ്പൈറ. 2 സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത് ചെള്ളുപനിയാണ്. സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത് എന്താണ്? ചെള്ളുപനിയാണ്. അതിന് കാരണമാകുന്ന ബാക്ടീരിയ ഓറിയാൻഷ്യ സുസുഗാമുഷി. ഓറിയാൻഷ്യ സുസുഗാമുഷി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് എന്തിന് കാരണമാകുന്നത്? സ്ക്രബ് ടൈഫസിന് കാരണമാകുന്നത്. സ്ക്രബ് ടൈഫസ് ചെള്ളുപനി എന്നാണ് തന്നെ പറയാം കേട്ടോ. സ്ക്രബ് ടൈഫസ് എന്ന് പറഞ്ഞാൽ ചെള്ളുപനിയാണ്. അത് ബാക്ടീരിയ രോഗമാണ്. കാരണമായ ബാക്ടീരിയ ഓറിയൻഷ്യ സുസുഗാമുഷി. ഓറിയൻഷ്യ സുസുഗാമുഷി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് എന്തിന് കാരണമാകുന്നത്? സ്ക്രബ് ടൈഫസ് അഥവാ ചെള്ളുപനിക്ക് കാരണമാകുന്നത്. 4 കുരങ്ങുപനി അഥവാ കുരങ്ങുപനി. കുരങ്ങുപനിക്ക് കാരണമാകുന്നത് എന്താണ്? KFD വൈറസ് ആണ്. കുരങ്ങുപനി ബാക്ടീരിയ രോഗമല്ല, അത് വൈറസ് രോഗമാണ്. KFD വൈറസ് അഥവാ കൈസനൂർ ഫോറസ്റ്റ് ഡിസീസസ് ആണ് KFD എന്ന് പറയുക. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസസ് KFD എന്ന് പറയുന്ന വൈറസ് ആണ് ഇതിന് കാരണമാകുന്നത്? കുരങ്ങുപനിക്ക് കാരണമാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഉത്തരം എന്താണ്? 2 മാത്രമാണ് ഇവിടെ എന്ത് ശരിയായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം എന്താണ്? 2 മാത്രം. കാരണം 1 കോളറ. കോളറയ്ക്ക് നേരെ വൈറസ് ആണ്. കോളറ വൈറസ് രോഗമല്ല, ബാക്ടീരിയ രോഗമാണ്. അതിന്റെ കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എന്നുള്ളത് എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ്. സ്ക്രബ് ടൈഫസ് അഥവാ ചെള്ളുപനിക്ക് കാരണമാകുന്നത് വിബ്രിയോ കോളറയല്ല, നമ്മൾ നേരത്തെ അവിടെ കോളറയാണ്. സ്ക്രബ് ടൈഫസ് അഥവാ ചെള്ളുപനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഓറിയാൻഷ്യ സുസുഗാമുഷി. ഓറിയാൻഷ്യ സുസുഗാമുഷി എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് എന്തിന് കാരണമാകുന്നത്? ചെള്ളുപനിക്ക് കാരണമാകുന്നത്. കുരങ്ങുപനിക്ക് കാരണമാകുന്നത് KFD അഥവാ കൈസനൂർ ഫോറസ്റ്റ് ഡിസീസസ് എന്ന് പറഞ്ഞ വൈറസുമാണ്. ഓക്കെ, അവിടെ ശരിയായ പ്രസ്താവന 2 മാത്രമാണ്. 37 ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏത് എന്നുള്ളതാണ് 37ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയാണ് ഇത് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്ന പദ്ധതിയാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി. അപ്പോൾ എന്താണ് ധ്വനി? ധ്വനി എന്നുള്ളത് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷന് ശേഷമുള്ള തുടർ പരിപാലനവും തുടർ ചികിത്സയും സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് ഇത് ധ്വനി. കോക്ലിയർ കേൾവി ശക്തി കുറവുള്ള കുട്ടികൾക്കുള്ള കോക്ലിയർ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തുടർ പരിപാലനവും തുടർ ചികിത്സയും സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് ഇത് ധ്വനി. ശ്രുതിമധുരം എന്നുള്ളത് ജനിതകമായി അല്ലെങ്കിൽ ജനനസമയത്ത് തന്നെ കേൾവി വൈകല്യമോ അല്ലെ കേൾവി ശക്തി കുറവുള്ള കുട്ടികൾക്ക് സൗജന്യമായി ശ്രവണ സഹായികൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത് ശ്രുതിമധുരം എന്ന പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കമുള്ള കുട്ടികളിൽ ജനിതകമായി ഉണ്ടാകുന്ന ഈ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനായി സൗജന്യമായി ശ്രവണ സഹായികൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത് ശ്രുതിമധുരം.
കാതോരം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയല്ല, അത് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ, മമ്മൂട്ടി അധ്യക്ഷനായിട്ടുള്ള കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും രാജഗിരി ഹോസ്പിറ്റലും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പാവപ്പെട്ട കുട്ടികൾക്ക് കേൾവിശക്തിക്ക് ആവശ്യമായിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പദ്ധതിയാണ് ഇത് കാതോരം. അപ്പോൾ ധ്വനി എന്നുള്ളത് കോക്ലിയർ ഇംപ്ലാന്റേഷന് ശേഷമുള്ള തുറപ്പരിപാലനവും സൗജന്യ ചികിത്സയുമാണ് ഇത് ധ്വനിയെങ്കിൽ. ശ്രുതിമധുരം ജന്മന കേൾവിശക്തി കുറവുള്ള കുട്ടികൾക്ക് സൗജന്യമായി ശ്രവണ സഹായികൾ നൽകുന്ന പദ്ധതിയാണ് ഇത് ശ്രുതിമധുരം. കാതോരം എന്നുള്ളത് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷന്റെ പദ്ധതിയാണ്. കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും രാജഗിരി ഹോസ്പിറ്റലും തമ്മിൽ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് കാതോരം. അതും പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി ശ്രവണ സഹായികൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. ഇത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പദ്ധതിയാണ് ഇത് കാതോരം. 38. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി കണ്ടെത്തുക. 1. ക്യാൻസർ, സിലിക്കോസിസ്. നമ്മൾ ക്യാൻസറിനെ, ചിലതരം ക്യാൻസറിനെ നമ്മൾ ജനിതക രോഗമായിട്ട് പറയാറുണ്ട്. പക്ഷെ സിലിക്കോസിസ് എന്തല്ല, ജനിതക രോഗമല്ല. അത് സിലിക്കയുടെ പൊടി ശ്വസിക്കുന്നതുകൊണ്ട് ശ്വാസകോശ സംബന്ധമായി ഉണ്ടാകുന്ന രോഗമാണിത് സിലിക്കോസിസ് എന്ന് പറയുന്നത്. അത് ജനിതക രോഗമല്ല. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇത് രണ്ടും എന്താണ്, ജനിതക രോഗങ്ങളാണ്. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും എന്താണ്, ജനിതക രോഗങ്ങളാണ്. ഓക്കെ, രണ്ടും സിംഗിൾ ജീൻ പാരമ്പര്യ ജനിതക രോഗങ്ങളാണ്. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും സിംഗിൾ ജീൻ പാരമ്പര്യ ജനിതക രോഗങ്ങളാണ്. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് രണ്ടും ജനിതക രോഗങ്ങളല്ല, അല്ലാതെ പിടിവിടുന്നതാണ്. പോളിയോയും ടെറ്റനസും എന്തല്ല, ജനിതക രോഗങ്ങളല്ല. പോളിയോയും ജനിതക രോഗമല്ല, പോളിയോ വൈറസിൽ നിന്നുണ്ടാകുന്നവയാണ്. ടെറ്റനസും അങ്ങനെ തന്നെയാണ്, രണ്ടും ജനിതക രോഗങ്ങളല്ല. നമുക്ക് തന്നിരിക്കുന്ന ജോഡികളിൽ ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും മാത്രമാണ് എന്തായിട്ടുള്ളത്, ജനിതക രോഗങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് പറയുക. കാരണം ഈ ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും മാത്രമാണ് എന്തായിട്ടുള്ളത്, ജനിതക രോഗങ്ങളായിട്ടുള്ളത്. ജനിതക രോഗങ്ങളെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുക. 4 തരം ജനിതക രോഗങ്ങളാണ്. 1. സിംഗിൾ ജീൻ പാരമ്പര്യ ജനിതക രോഗങ്ങൾ. 2. മൾട്ടി ഫാക്ടോറിയൽ ജനിതക പാരമ്പര്യ രോഗങ്ങൾ. 3. ക്രോമസോം അസാധാരണത്വങ്ങൾ എന്ന് പറയും. 4. മൈറ്റോകോൺഡ്രിയൻ ജനിതക രോഗങ്ങൾ. അങ്ങനെ ഈ 4 തരമാണ്. 1 സിംഗിൾ ജീൻ പാരമ്പര്യ രോഗങ്ങൾ, 2 മൾട്ടി ഫാക്ടോറിയൽ പാരമ്പര്യ രോഗങ്ങൾ, 3 ക്രോമസോം അസാധാരണത്വങ്ങൾ, 4 മൈറ്റോകോൺഡ്രിയൻ പാരമ്പര്യ രോഗങ്ങൾ. ഇങ്ങനെ 4 തരമാണ്. ഇതിൽ ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും എന്താണ്, സിംഗിൾ ജീൻ ജനിതക പാരമ്പര്യ രോഗങ്ങളാണ്. ചിലതരം ക്യാൻസർ ഒക്കെ വരുന്നത് മൾട്ടി ഫാക്ടോറിയൽ ജനിതക രോഗങ്ങൾക്കകത്താണ് വരിക, ക്യാൻസർ ഒക്കെ വരിക. നമ്മൾ ക്രോമസോം അസാധാരണത്വമാണ് നമ്മൾ ഈ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറയുക. നമ്മൾ അല്ലെങ്കിൽ ഓട്ടിസം അല്ലെ ഡൗൺ സിൻഡ്രോം ഇതൊക്കെ പറയുന്ന ഏതാണ്, ഈ ക്രോമസോം അസാധാരണത്വങ്ങളാണ്. അല്ലെങ്കിൽ എഡ്വേർഡ് സിൻഡ്രോം, ടർണർ സിൻഡ്രോം എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്, ഈ ക്രോമസോം അസാധാരണത്വങ്ങളാണ്. മൈറ്റോകോൺഡ്രിയൽ അസാധാരണത്വങ്ങളാണ് ഈ ലീ രോഗം, പിയേഴ്സൺ സിൻഡ്രോം, വെലാസ് സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് മൈറ്റോകോൺഡ്രിയൻ ജനിതക രോഗങ്ങളാണ്. ഓക്കെ, ഇനി 39ാമത്തെ ചോദ്യമാണ്. സൂര്യപ്രകാശത്തിന്റെ ലഭ്യത അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. 1. ഉപരിതലം മുതൽ 200 മീറ്റർ താഴെ വരെ യൂഫോട്ടിക് മേഖല. ഉപരിതലം മുതൽ 200 മീറ്റർ താഴെ വരെയുള്ള ഭാഗം എന്താണ്, യൂഫോട്ടിക് മേഖല. ശരിയാണ്. ഉപരിതലം മുതൽ താഴെട്ട് 200 മീറ്റർ വരെയുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, യൂഫോട്ടിക് മേഖലയാണ്. ഇവിടെയാണ് സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നത്, ധാരാളമായി ലഭിക്കുന്ന മേഖല. സമുദ്രത്തില് സമുദ്ര ജൈവ വൈവിധ്യത്തിൽ 90% കാണപ്പെടുന്ന ഏത് മേഖലയിലാണ്, ഈ യൂഫോട്ടിക് മേഖലയിലാണ്. രണ്ടാമതാണ് 200 മീറ്റർ താഴെ 1000 മീറ്റർ വരെയുള്ള മേഖല. അത് എഫോട്ടിക് അല്ല, അതാണ് ഡിസ്ഫോട്ടിക് മേഖല. 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയുള്ള മേഖല ഏതാണ്, ഡിസ്ഫോട്ടിക് മേഖലയാണ്. 1000 മീറ്റർ താഴെയുള്ളതാണ് ഇത് എഫോട്ടിക് മേഖല. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ രണ്ടും തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 2ഉം 3ഉം ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. 1 മാത്രമാണ് ഇവിടെ എന്ത് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴമുള്ള മേഖലയാണ് ഇത് യൂഫോട്ടിക് മേഖല. ഇവിടെയാണ് സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നത്, വളരെ ഏറെ ധാരാളമായി ലഭിക്കുന്ന മേഖല ഏതാണ്, ഈ യൂഫോട്ടിക് മേഖലയാണ്. പക്ഷേ നമ്മൾ ഇതിപ്പോൾ 9ാം ക്ലാസ്സിലെ ബയോളജി പുസ്തകത്തിൽ നിന്നുമാണ് അവർ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. 9ാം ക്ലാസ്സിലെ ബയോളജി പുസ്തകത്തിൻ്റെ 1ാമത്തെ ചാപ്റ്റർ തന്നെ ഒരു ചെറിയ ഒരു കോളമൊക്കെ ആയിട്ട് അവർ ഫാക്ട് കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. പക്ഷേ +1 ജിയോളജി പുസ്തകത്തിൽ ഇതിന് വിപരീതം എന്നല്ല, ഇത് മറ്റൊരു രീതിയിലാണ് പറയുക. ഇവിടുത്തെ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ബയോളജി പുസ്തകത്തിൽ 3 മേഖലകളായിട്ടാണ് തിരിച്ചാണ് പറയുന്നതെങ്കിൽ +1 ജിയോളജി പുസ്തകത്തിൽ അത് 5 മേഖലയാണ്.
അവർ പറഞ്ഞ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങളെ +1 ജിയോളജി പുസ്തകം എഡ്യൂസോൺ ലേണിംഗ് ആപ്പിലുണ്ട്. അവിടെ എടുത്തത് വായിച്ചേക്കുക. അത് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കണ്ടു നോക്കുക. ഇവിടെ നമുക്കത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അവിടെ ഒരു 5ആയിട്ടൊരു ഡിവൈഡ് ചെയ്യുന്ന എപ്പിപെലാജിക് മേഖല എന്നാണ്. ഈ യൂഫോട്ടിക് മേഖലയെ തന്നെ അവർ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? എപ്പിപെലാജിക് മേഖല. ഇതേ ക്രൈറ്റീരിയ ഇത് തന്നെയാണ്. ഉപരിതലത്തിൽ നിന്ന് 200 മീറ്റർ വരെ ആഴമുള്ള മേഖല അവർ വിളിക്കുന്ന പേരാണത് എപ്പിപെലാജിക് മേഖല എന്ന് പറയുക. അതിനെ അവർ അവിടെ തന്നെ പറയുന്നുണ്ട് യൂഫോട്ടിക് മേഖല എന്ന് തന്നെ വിളിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടാമതാണ് മിസോപെലാജിക് മേഖല. അതാണ് അവർ എഫോട്ടിക് മേഖല, ഡിസ്ഫോട്ടിക് മേഖല എന്ന് പറയുന്ന മേഖലയാണ് മിസോപെലാജിക്. അതും ക്രൈറ്റീരിയ സെയിം തന്നെയാണ്. 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ. നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ബയോളജി പുസ്തകത്തിൽ അത് ഡിസ്ഫോട്ടിക് മേഖലയാണെങ്കിൽ അവിടെ അവർ പറയുന്ന മേഖലയാണിത് മിസോപെലാജിക് മേഖല. അടുത്ത് 1000 മീറ്ററിന് താഴെ അവർ നമ്മുടെ 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ 1000 മീറ്റർ താഴെയുള്ളതിനെ എഫോട്ടിക് മേഖല എന്നാണ് പറയുക. പക്ഷേ അതിന് അവർ പറയുന്നത് ബാത്തോപെലാജിക് മേഖല എന്നാണ്. ബാത്തോപെലാജിക് മേഖല 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ 1000 മീറ്റർ താഴെ എന്നങ്ങ് പറഞ്ഞു പോകുന്നെങ്കിൽ അവിടെ പിന്നെയും ക്രൈറ്റീരിയ 1000 മീറ്റർ മുതൽ 4000 മീറ്റർ വരെയുള്ള ഭാഗമാണ് ഇത് ഈ ബാത്തോപെലാജിക് മേഖല എന്ന് പറയുന്നത്. നാലാമത്താണ് അവർ അബിസോപെലാജിക് മേഖല എന്ന് പറയുക. 4ാമത്തെ ഡിവിഷനാണ് ഇത് അബിസോപെലാജിക് മേഖല. 4000 മീറ്റർ മുതൽ 6000 മീറ്റർ വരെയുള്ള ഭാഗം. 6ആണ് ഹാർഡൽ പെലാജിക് മേഖല. ഹാർഡൽ പെലാജിക് മേഖല അത് 6000 മീറ്ററിന് താഴോട്ടുള്ള ഭാഗമാണ് ഇത് ഈ ഹാർഡൽ പെലാജിക് മേഖല. അങ്ങനെ ഒരു 5 ഡിവിഷൻ +1 ജിയോളജി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ബയോളജി പുസ്തകത്തിൽ നിന്നുള്ള വിവരമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇത് ഉപരിതലം മുതൽ 200 മീറ്റർ ആഴമുള്ള ഭാഗം എന്താണ്? യൂഫോട്ടിക് മേഖല. 200 മീറ്റർ മുതൽ താഴെ 1000 മീറ്റർ വരെ അത് ഡിസ്ഫോട്ടിക് മേഖല. 1000 മീറ്റർ താഴെ എന്താണ്? എഫോട്ടിക് മേഖല. ഓക്കെ, ഇവിടെ നമുക്ക് 1 മാത്രമാണ് ശരി. ബാക്കിയുള്ളത് നമ്മൾ നിങ്ങൾ +1 ജിയോളജി പുസ്തകം നോക്കിയേക്കുക. അതിനകത്ത് ഈ പറഞ്ഞ 5 ഡിവിഷനായിട്ട് പറയുന്നുണ്ട്. ഇതിപ്പം കഴിഞ്ഞ VFA 10th ലെവൽ ആയതുകൊണ്ടാണ് അവർ 9ാം ക്ലാസ് എടുത്തതെങ്കിൽ ഇനിയും ഒരു +1 +2 പുസ്തകമാണ് +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് ചോദ്യം വരാം. അതിനകത്ത് ഇതേ മേഖലകൾ, സമുദ്ര പരിസ്ഥിതി എന്ന് പറഞ്ഞ മേഖലകളിൽ 5ആയിട്ട് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 40ാമത്തെ ചോദ്യമാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ആരാണ്? സൗദി അറേബ്യയാണ്. ലോക പരിസ്ഥിതി ദിനത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ആരാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് എൻ്റെ ഉത്തരം. അപ്പോൾ 2024 ചോദിച്ചത്. എങ്കിൽ 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചവരാണ്? സൗത്ത് കൊറിയയാണ്. 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗത്ത് കൊറിയയാണ്. 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗത്ത് കൊറിയ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്തായിരുന്നു? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് ഇത് 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ തീം. ആതിഥേയത്വം വഹിച്ച രാജ്യം സൗത്ത് കൊറിയയാണ്. ചോദ്യം 2024 ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 2024 ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2025 ആതിഥേയത്വം വഹിച്ചത് സൗത്ത് കൊറിയയുമാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്നറിയപ്പെടുന്നത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് 41ാമത്തെ ചോദ്യമാണ്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അത് നൈജീരിയ ആണ് കേട്ടോ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയ ആണ്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയ. ഓക്കെ, അതും കറണ്ട് അഫയേഴ്സ് ആയിട്ട് അത്ര ഓർത്തിരിക്കുക. ഇനി 42ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന പ്രക്രിയ തത്വമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന തത്വം അനുസരിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ എന്ത് കടന്നു പോകുന്നത്? പ്രകാശം കടന്നു പോകുന്നത്. എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം? പ്രകാശരശ്മി സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുമ്പോൾ പ്രകാശം അപവർത്തനം ചെയ്യപ്പെടാതെ അതേ മാധ്യമത്തിൽ തന്നെ പൂർണ്ണമായി എന്ത് ചെയ്യുന്നു? പ്രതിഫലിക്കുന്നു. ആ തത്വമാണിത് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന തത്വം. ഇതിൻ്റെ മറ്റുദാഹരണങ്ങളും മരീചിക, മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന മരീചിക, ഡയമണ്ട് തിളക്കം, ഇതെല്ലാം എന്താണ് കാരണം? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഓക്കെ, ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്ന തത്വം ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. മറ്റ് എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. മരീചിക, അതുപോലെ ഡയമണ്ട് തിളക്കം, ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് ഉദാഹരണമാണ്.
അപ്പം എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം? പ്രകാശരശ്മി സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുമ്പോൾ അവിടെ പ്രകാശം അപവർത്തനം ചെയ്യാതെ അതേ മാധ്യമത്തിൽ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായി പ്രതിഫലിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പൂർണ്ണാന്തരിക പ്രതിഫലനം. അതിൻ്റെ ആ പൂർണ്ണാന്തരിക പ്രതിഫലനത്തിൻ്റെ ഫലമായി ഉള്ള തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മരീചിക രൂപം കൊള്ളുന്നത് എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അതുപോലെ തന്നെ ഡയമണ്ട് തിളക്കുന്നതിന് കാരണം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അപ്പോൾ ഓപ്ഷനുള്ള മറ്റ് 3 പ്രതിഭാസത്തോടെ നമുക്ക് പോവാം. ഒന്ന്, അപവർത്തനം. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വേഗതയിലുള്ള മാറ്റം കാരണം സഞ്ചരിക്കുന്ന ദിശയിൽ വ്യതിയാനം സംഭവിക്കാൻ വിളിക്കുന്ന പേരാണിത് അപവർത്തനം. ഓക്കെ, ഈ പ്രകാശത്തിൻ്റെ അപവർത്തനവുമായി ബന്ധപ്പെട്ട നിയമമാണിത് സ്നേൽസ് ലോ അഥവാ സ്നേൽസ് നിയമം എന്ന് പറയുക. പ്രകാശത്തിന് പുറമെ ശബ്ദതരംഗങ്ങൾക്കും ജലതരംഗങ്ങളും എന്തിനു വിധേയമാവാറുണ്ട്? അപവർത്തനത്തിന് വിധേയമാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അപവർത്തനം എന്ന് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വേഗതയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം സഞ്ചരിക്കുന്ന ദിശയിൽ വ്യതിയാനം സംഭവിക്കുന്ന വിളിക്കുന്ന പേരാണിത് അപവർത്തനം. പ്രകാശത്തിൻ്റെ അപവർത്തനവുമായി ബന്ധപ്പെട്ട നിയമമാണിത് സ്നെൽസ് നിയമം. ഓക്കെ, അടുത്ത നമുക്ക് പറയേണ്ടത് വിസരണമാണ്. സൂക്ഷ്മ കണികകൾ തട്ടി പ്രകാശം എല്ലാ ദിശകളിലേക്കും പ്രതിഫലിച്ച് വ്യാപിക്കുന്നതിനെ വിളിക്കുന്ന പേരാണിത് വിസരണം എന്ന് പറയുന്നത്. സൂക്ഷ്മ കണികൾ തട്ടി പ്രകാശം എല്ലാ ദിശകളിലേക്കും എന്ത് ചെയ്യുന്നു? പ്രതിഫലിച്ചു പോകുന്നതിനെ വിളിക്കുന്ന പേരാണിത് വിസരണം. ആകാശ നീലിമയ്ക്ക് കാരണമായ പ്രതിഭാസം ഏതാണ്? വിസരണമാണ്. ആകാശ നീലിമയ്ക്ക് കാരണമായ പ്രതിഭാസമാണേത്? വിസരണം. വിസരണം കൂടിയ നിറമാണേത്? വയലറ്റ്. വിസരണം കൂടുമ്പോൾ എന്ത് കുറയും? തരംഗദൈർഘ്യം കുറയും. വിസരണം കൂടുതലും തരംഗദൈർഘ്യം കുറവുമുള്ള നിറമാണേത്? വയലറ്റ്. എങ്കിൽ വിസരണം കുറഞ്ഞ നിറമാണേത്? ചുവപ്പ്. ചുവപ്പിന് എന്ത് കൂടുതലാണ്? തരംഗദൈർഘ്യം എന്താണ്? കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചുവപ്പിനെ സിഗ്നൽ ലൈറ്റ് ഒക്കെയായിട്ട് ചുവപ്പ് ഉപയോഗിക്കുന്നത്. കാരണം കൂടുതൽ പ്രദേശത്തേക്ക് എന്ത് ചെയ്യും? ആ നിറം നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പം വിസരണം കുറവുള്ളതും തരംഗദൈർഘ്യം കൂടുതലുള്ളതും നിറം ഏതാണ്? ചുവപ്പും. വിസരണം കൂടിയതും തരംഗദൈർഘ്യം കുറവുള്ള നിറമാണേത്? വയലറ്റ്. ഓക്കെ, അതാണ് 42ാമത്തെ ചോദ്യം. ഇനി പിന്നെ പ്രതിഫലനം എന്ന് പറയുന്നുണ്ട്. പ്രതിഫലനത്തിന് ഓപ്ഷന് പ്രകാശം ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? തിരിച്ച് പ്രതിഫലിച്ചു പോകുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട്, ഞാൻ വീണ്ടും അവിടെ നിൽക്കുന്നില്ല. 43 കൂട്ടത്തിൽപ്പെടാത്ത എന്നുള്ളതാണ്. മീറ്റർ, പ്രകാശവർഷം, സെക്കൻഡ്, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അവിടെ കൂട്ടത്തിൽപ്പെടാത്ത ആരാണ്? സെക്കൻഡാണ്. കാരണം ബാക്കി എല്ലാം എന്തിൻ്റെ യൂണിറ്റുകളാണ്? ദൂരം അളക്കുന്ന യൂണിറ്റുകളാണ്. ഇത് മീറ്ററും പ്രകാശവർഷവും അസ്ട്രോണമിക്കൽ യൂണിറ്റും. സെക്കൻഡ് സമയത്തിൻ്റെയാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽപ്പെടാത്ത ആരാണ്? സെക്കൻഡാണ്. ഓക്കെ, ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അളവ് ഏതാണ്? അത് പാർസക്കാണ്. ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അളവ് ഏതാണ്? പാർസക്കുമാണ്. ഓക്കെ, ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത് സെക്കൻഡാണ്. കാരണം മീറ്റർ, പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇതും 3 എന്തിൻ്റെ അളവുകളാണ്? ദൂരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഇതൊക്കെ. മീറ്ററും പ്രകാശവർഷവും അസ്ട്രോണമിക്കൽ യൂണിറ്റും. ഓക്കെ, സെക്കൻഡ് എന്നുള്ളത് സമയത്തിൻ്റെതാണ്. സമയം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. ദൂരം അളക്കുന്ന ഏറ്റവും ഉയർന്ന അളവ് അല്ലെങ്കിൽ ഉയർന്ന യൂണിറ്റ് എന്നറിയപ്പെടുന്നതാണ് പാർസക്കാണ്. ദൂരം അളക്കുന്ന ഏറ്റവും ഉയർന്ന യൂണിറ്റ് ഏതാണ്? പാർസക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3ാമത്തെ ക്ലാസ് നമ്മൾ ഈ 43ാമത്തെ ചോദ്യം വരെ എന്ത് ചെയ്യുന്നു? പറഞ്ഞു നിർത്തുന്നു. 44ാമത്തെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.